ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ മടിയനായ ചോണനുറുമ്പിന്റെയും മിടുക്കനായ കുഞ്ഞനുറുമ്പിന്റെയും കഥയാണ് പറയാൻ പോകുന്നത്. കുഞ്ഞനുറുമ്പ് ജോലി തിരക്കിലാണ്. എന്താ കാര്യമെന്നറിയോ? വർഷക്കാലം വരാറെ മഴ പെയ്തു തുടങ്ങിയാല് പിന്നെ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടാകും. കുഞ്ഞനുറുമ്പിന്റെ കുടുംബം പട്ടിണിയാകും. അതുകൊണ്ട് അവൻ കിട്ടുന്ന ധാന്യങ്ങളും പഴങ്ങളുമെല്ലാം അവൻ വീട്ടിൽ ശേഖരിച്ചു വയ്ക്കും. ഭാര്യയും കുഞ്ഞുമക്കളും കുഞ്ഞനെ സഹായിക്കും. കുഞ്ഞനുറുമ്പിന്റെ കൂട്ടുകാരനാണ് ചോണനുറുമ്പ്. കുഞ്ഞന്റെ വീട്ടിന് കുറേ ദൂരെയാണ് ചോണന്റെ വീട്. അവൻ ഭയങ്കര മടിയനാണ്. കുഞ്ഞനുറുമ്പ് അരിമണിയും മറ്റെന്തെങ്കിലുമെല്ലാം കൊണ്ടുപോകുമ്പോൾ ചോണനുറുമ്പ് കളിയാക്കും. എടാ കുഞ്ഞാ, നിനക്ക് എപ്പോഴും ഇത് തന്നെയാണോ പണി? നീ കുറച്ചു നേരമെങ്കിലും വിശ്രമിക്കുക, അല്ലെങ്കിൽ ജോലി ചെയ്ത് നീ ചത്തുപോകും. അപ്പോൾ കുഞ്ഞനുറുമ്പ് പറയും, മഴ പെയ്തു തുടങ്ങിയാൽ പിന്നെ വിശ്രമമാണ് എനിക്ക്. അതുകൊണ്ട് ഞാനിപ്പോ ജോലി ചെയ്യട്ടെ, പിന്നെ വിശ്രമിക്കാം. ചോണ, നീ എന്റെ കൂടെ പോരെ. അപ്പുറത്തെ വീടിന്റെ മുറ്റത്ത് നിറയെ അരമണികൾ വീണ് കിടപ്പുണ്ട്. നമുക്ക് പോയി അതിനാൻ കൊണ്ടുവരാം. കുഞ്ഞനുറുമ്പ് ചോണനുറുമ്പിനോട് പറഞ്ഞു. അപ്പോൾ ചോണനുറുമ്പ് പറഞ്ഞു, അയ്യോ, ഞാനില്ല ഇത്രയും ദൂരം പോയി അരിമണി കൊണ്ടുവരാൻ. ഞാൻ കുറച്ചു നേരം കിടന്നുറങ്ങാൻ പോവാ. എന്നും പറഞ്ഞു ചോണൻ കിടന്നു. കുഞ്ഞന്റെ ജോലി തുടർന്നു. അങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ മഴ തുടങ്ങി. തോരാത്ത മഴ. കുഞ്ഞനും കുടുംബവും ഒരു മരത്തിന്റെ ചെറിയ പൊത്തിലാണ് താമസിച്ചിരുന്നത്. മഴ ശക്തിയായി തുടങ്ങിയപ്പോൾ കുഞ്ഞൻ വീട്ടിനുള്ളിൽ വിശ്രമത്തിലായി. അവക്ക് കഴിക്കാൻ ഇഷ്ടം പോലെ ധാന്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ അതിനുള്ളിൽ സന്തോഷത്തോടെ കഴിഞ്ഞു. കുറെ ദിവസങ്ങളായി മഴ തോരാതെ പെയ്യുന്നതുകൊണ്ട് ചോണനുറുമ്പിന്റെ വീട്ടിലെ ആർക്കും പുറത്തുപോയി ഭക്ഷണത്തിനുള്ള സാധനങ്ങൾ കണ്ടെത്തി കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് ചോണനുറുമ്പിന്റെ വീട്ടിൽ പട്ടിണിയായി. ചോണനുറുമ്പിന്റെ കുട്ടികൾ കിടന്ന് കരയുകയാണ് വിശന്നിട്ട്. അപ്പോഴാണ് അന്ന് കുഞ്ഞനുറുമ്പ് പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് ചോണനുറുമ്പിന് മനസ്സിലായത്. തന്റെ മടി കാരണമാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ചോണനുറുമ്പിന് മനസ്സിലായി. മക്കൾ വിശന്നു കരയുകയാണ്. എങ്ങനെയെങ്കിലും ഭക്ഷണം കണ്ടെത്തി കൊണ്ടുവരണം. ചോണൻ വീടിനു പുറത്തിറങ്ങി. മഴ പെയ്യുകയാണ്. മുറ്റം മുഴുവനും വെള്ളം നിറഞ്ഞു കിടക്കാണ്. അയ്യോ, ഇനി എങ്ങനെ ഞാൻ ആഹാരം അന്വേഷിച്ചു പോകും? ചോണന് ആകെ പരിഭ്രമമായി.